ഇത് മൂവ്മെന്റ് ഓഫ് വെഹിക്കിൾസ്, മൂവ്മെന്റ് ഓഫ് പാസഞ്ചേഴ്സ്, സ്ട്രിക്റ്റ് ആയിട്ട് ചെക്ക് വേണം. മൊബൈൽ ഫോൺ ആക്ടിവേറ്റ് ആയിരിക്കുന്നത് പാറമടയ്ക്കടുത്തുള്ള മൊബൈൽ ടവർ ലൊക്കേഷനിലാണ്. ഓരോ സ്റ്റേഷനടുത്തിലും പ്രധാനപ്പെട്ട റോഡുകളിൽ ബാരിക്കേഡ് വെച്ചിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ട് ചെക്ക് വേണം. പോലീസ് അവരുടെ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് ഇന്നേക്ക് 5 ദിവസം പിന്നിട്ടിരിക്കുന്നു. കോളേജ് ഹോസ്റ്റലിൻ്റെ പരിസരത്ത് നിന്ന് അവൾ അപ്രത്യക്ഷയായി. CCTV പരിശോധിച്ചപ്പോൾ അവിടെ നിന്നും അവളെ ഒരാൾ ബൈക്കിൽ കയറ്റി കൊണ്ടുപോകുന്നത് കാണാൻ കഴിഞ്ഞു. ആ വാഹനത്തിൻ്റെ നമ്പർ ഫേക്കാണെന്ന് പോലീസ് കണ്ടെത്തി. ആ വാഹനം മറ്റൊരു ക്യാമറയിലും പതിഞ്ഞിട്ടില്ല. ഡെയ്സി, അതാണ് അവളുടെ പേര്. അവൾക്ക് ആരെങ്കിലുമായി അടുപ്പമുള്ളതായി ആർക്കും അറിയില്ല. കാണാതായ അന്നു മുതൽ അവളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ഫോണാണ് ഇന്ന് ഓൺ ചെയ്തതായി പറയുന്നത്. ടവർ ലൊക്കേഷനിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും ഇതിനോടകം അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞു. ഒരു തെളിവും ഇതുവരെ ലഭിച്ചില്ല. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനാണ് ഇൻസ്പെക്ടർ മനു രാഘവൻ. ഇവിടുത്തെ സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ട് 6 മാസമായിരിക്കുന്നു. കാണാതായ പെൺകുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഫീച്ചറുകളായി പത്രമാധ്യമങ്ങൾ തുടർച്ചയായി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇതിനോടകം ഈ കേസ് പ്രമാദമായി കഴിഞ്ഞിരിക്കുന്നു. ചില രാഷ്ട്രീയക്കാരും പൗരസമിതിയുമെല്ലാം ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. 3 ദിവസമായി അന്വേഷണം തുടങ്ങിയിട്ട്. ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലം മാത്രമാണ് ബാക്കി. അവിടേക്കാണ് അവരുടെ യാത്ര. ഇരുട്ട് കട്ട പിടിച്ചു കിടക്കുന്ന റബ്ബർ തോട്ടത്തിലൂടെ പോലീസ് വാഹനം സഞ്ചരിക്കുകയാണ്. 3 ദിവസമായി ശക്തമായ മഴയാണ്. ചെളിവെള്ളം മണ്ണ് നിറഞ്ഞ് റോഡിൽ തളം കെട്ടിക്കിടക്കുന്നു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം ഇരുട്ടിനെ കീറിമുറിച്ച് മുന്നോട്ട് പോയി. മനു വാച്ചിൽ നോക്കി. സമയം 10:17. പോലീസ് ഡ്രൈവർ വിനയൻ ചളിയും വെള്ളവും നിറഞ്ഞ വഴിയിലൂടെ വാഹനം വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് നയിച്ചു. കോൺസ്റ്റബിൾ അലക്സ് വർഗീസും രാജനും അടങ്ങുന്ന 4 പേരാണ് വാഹനത്തിലുള്ളത്. പല വഴിക്കുമുള്ള തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങാൻ തുടങ്ങുമ്പോഴാണ് പുതിയ വയർലെസ് സന്ദേശം അവരെ തേടിയെത്തിയത്. പാറമടയ്ക്കടുത്തുള്ള മൊബൈൽ ടവറിൻ്റെ പരിധിയിലാണ് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഓണായി എന്ന സന്ദേശം ലഭിച്ചത്. റബ്ബർ തോട്ടം കഴിഞ്ഞാൽ വിശാലമായ കുന്നിൻ പ്രദേശം ആരംഭിക്കുന്നു. അവിടെ നിന്നും 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പാറമട എന്ന സ്ഥലം. വർഷങ്ങൾക്ക് മുമ്പ് ക്വാറി അടച്ചതാണ്. ജീപ്പിന് പിന്നിൽ വഴി അകന്നുപോയിക്കൊണ്ടിരുന്നു. എല്ലാവരും വളരെ ക്ഷീണിതരാണ്. എങ്കിലും അവർ ഉത്സാഹത്തിലാണ്. 3 ദിവസമായി അന്വേഷണം തുടരുന്ന ഈ കേസിൽ ഇപ്പോൾ ഒരു തുമ്പ് കിട്ടിയിരിക്കുന്നു. ഉടൻ ഒരു മഴയ്ക്കുള്ള എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ഇരുട്ടിനെ വകഞ്ഞു മാറ്റി പോലീസ് വാഹനം മുന്നോട്ടേക്ക് നീങ്ങി. റബ്ബർ തോട്ടം അതിവിശാലമാണ്. അതിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് ആളുകൾ താമസിക്കുന്നത്. അവരിൽ അധികവും തോട്ടം തൊഴിലാളികളാണ്. റബ്ബർ തോട്ടത്തിനൊടുവിൽ വഴിയും അവസാനിക്കുന്നു. ഇനിയൊരു ചെറിയ കുന്നിൻ പ്രദേശമാണ്. വഴി അവസാനിക്കുന്നിടത്ത് ജീപ്പ് എത്തിച്ചേർന്നു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വിശാലമായ കുന്നിൻ പ്രദേശം കാണാം. അവിടെ ഇവിടെയായി ചെറിയ മരങ്ങളുണ്ട്. പുല്ല് നിറഞ്ഞ ആ പ്രദേശത്ത് ചെറിയ ഇടവഴികളുമുണ്ട്. അവിടെയാണ് ആ മൊബൈൽ ടവർ. ജീപ്പിൽ നിന്നും ഇറങ്ങി മനു രാഘവൻ മുന്നോട്ടേക്ക് ടോർച്ച് തെളിച്ചു. മുന്നിൽ കണ്ട വഴിയെ അയാൾ നടന്നു. പെട്ടെന്ന് അയാളുടെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. കൺട്രോൾ റൂമിൽ നിന്നാണ്. ഓപ്പറേറ്റർ വിൻസെൻ്റ് ലൈനിൽ വന്നു. വീണ്ടും ആ നമ്പർ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു.
ഏകദേശം 1 മിനിറ്റിൽ താഴെ മാത്രമാണ് ആ ഫോൺ ആക്റ്റീവായിരിക്കുന്നത്. ശരി, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. പെട്ടെന്ന് മനുവിൻ്റെ മൊബൈൽ ചാർജ് കുറവാണെന്നുള്ള അലർട്ട് വന്നു. നാശം. ബാറ്ററി ചാർജ് 25%. സംസാരം അവസാനിപ്പിച്ച് നെറ്റ് ഓഫ് ചെയ്ത് അയാൾ മൊബൈൽ ഫോൺ പോക്കറ്റിൽ തിരികെ ഇട്ടു. ടോർച്ച് തെളിച്ച് മുന്നോട്ട് നടക്കുവാൻ തുടങ്ങി. ഡ്രൈവർ വിനയൻ ജീപ്പിൽ തന്നെ ഇരുന്നു. അലക്സ് വർഗീസും രാജനും മനുവിനെ പിന്തുടർന്നു. ചെളിയും വെള്ളവും കുതിർന്നു കിടക്കുന്ന വഴിയിൽ ശ്രദ്ധാപൂർവം അവർ മുന്നോട്ടേക്ക് നടന്നു. സാർ, ഇപ്പോഴങ്ങോട്ട് പോയിട്ട് എന്താണ് കാര്യം? ഈ ഇരട്ടത്ത് അങ്ങോട്ട് പോകണോ? അവിടെ വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന ഒരു കോറിയാണ് സാർ. നമ്മൾ ഈ ടോർച്ചും കൊണ്ട് എവിടെ പോയി തിരക്കും സാർ? നേരം വിളക്കട്ടെ സാർ, അതല്ലേ നല്ലത്. ഇതുവഴി ആരും ഇതിനു മുമ്പ് പോയതായി തോന്നുന്നില്ല. ആരെങ്കിലും പോയാൽ തന്നെ അറിയാൻ കഴിയില്ല. 2-3 ദിവസമായി മഴ പെയ്ത് കിടക്കുകയാണ്. വഴിയിലേക്ക് ടോർച്ച് തെളിച്ച് മനു പറഞ്ഞു. ദൂരെ നിഴൽ രൂപത്തിൽ മൊബൈൽ ടവർ കാണാം. അതിനപ്പുറത്താണ് പാറമട. ഇരുട്ടിൽ ചീവീടുകളുടെ ശബ്ദം ഉയർന്നു കേട്ടു. സൂക്ഷിച്ച് നടക്കണം കേട്ടോ സാറേ, പാമ്പ് കാണും. അലക്സ് തറയിലേക്ക് ടോർച്ച് തെളിച്ച് പറഞ്ഞു. ടവറിനടുത്തേക്കാണ് ആ വഴി. അവർ വഴി സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് മൊബൈൽ ടവറിൻ്റെ ചുവട്ടിലെത്തി. അലക്സ് തൻ്റെ കയ്യിലെ ടോർച്ച് മൊബൈൽ ടവറിൻ്റെ മുകളിലേക്ക് തെളിച്ചു നോക്കി. പെട്ടെന്ന് മനു ആ ടോർച്ച് പിടിച്ച് താഴേക്ക് താഴ്ത്തി. കെട്ടിത്തൂങ്ങി നിൽപ്പുണ്ടോയെന്ന് അറിയാൻ നോക്കിയതാ സാറേ. പണ്ടിങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ പരിസരത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിവിടെ എത്തിയ കാര്യം അവർ അറിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ നിന്നും ടോർച്ച് തെളിച്ചാൽ നമ്മൾ ടവറിൻ്റെ ചുവട്ടിലുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. കാൽച്ചുവട്ടിൽ മാത്രം ടോർച്ച് തെളിച്ചാൽ മതി, മനു പറഞ്ഞു. നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട് സാറേ. ഇനി മുന്നോട്ട് പോകണോ? രാജൻ ചോദിച്ചു. അത് കേൾക്കാത്ത ഭാവത്തിൽ മനു വീണ്ടും മുന്നോട്ട് നടക്കുവാൻ തുടങ്ങി. കുന്നിൻ മുകളിലേക്ക്. കയറും തോറും വഴിയിൽ പരന്ന പാറ തെളിഞ്ഞു കാണാം. പുല്ലുകൾക്കിടയിലൂടെയുള്ള വഴി ഒഴിവാക്കി അവർ പാറയിലൂടെ കയറി നടക്കുവാൻ തുടങ്ങി. അവർ കുന്നിൻ്റെ മറുവശത്തെത്തി. അതാണ് ക്വാറി. രാജൻ വിരൽ ചൂണ്ടി. അവർ അങ്ങോട്ട് നോക്കി. വീണ്ടും ശക്തമായി ഒരു മിന്നലുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ പാറക്കെട്ടിന് മുകളിൽ ഒരാൾ നിൽക്കുന്നത് അവർ വ്യക്തമായി കണ്ടു. പെട്ടെന്ന് മനു അതിനു നേരെ കുതിച്ചു. സാർ, അങ്ങോട്ട് പോകരുത്, പിന്നിൽ നിന്നും രാജൻ വിളിച്ചു പറഞ്ഞു. മനുവിനൊപ്പം ഓടിയെത്തിയ അലക്സ് മനുവിനെ തടഞ്ഞു നിർത്തി. അങ്ങോട്ട് പോകരുത് സാർ, അതാരാണെന്നറിയണ്ടേ? അങ്ങനെ ഒരാളില്ല സാർ, അത് നമ്മുടെ തോന്നലാണ്. കിതച്ചുകൊണ്ട് പുറകെ ഓടിയെത്തിയ രാജൻ മനുവിനോട് പറഞ്ഞു. അവിടെ ഒരാൾ നിൽക്കുന്നത് നമ്മൾ 3 പേരും കണ്ടതല്ലേ? അതൊരു കെണിയാ സാറേ. സാറിന് ഈ പരിസരത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അതൊരൊറ്റ പാറയാ, അതിന് മുകളിൽ കയറാൻ കഴിയില്ല. അപ്പോൾ അവിടെ നിന്നാളോ? അതാ പറഞ്ഞത്, അതിന് മുകളിൽ ആർക്കെങ്കിലും കയറാൻ പറ്റുമോയെന്ന് നോക്ക്. അവർ 3 പേരും പാറയ്ക്ക് മുകളിലേക്ക് ടോർച്ച് തെളിച്ചു. മനു അതിശയിച്ചു. തൂണുപോലെ ഉയർന്നു നിൽക്കുന്ന ഒരു പാറക്കഷ്ണം. മുകൾ ഭാഗം കൂർത്ത നിലയിലാണ്. സാറേ, ഈ പ്രദേശം അത്ര നല്ലതല്ല. നമുക്ക് തിരിച്ചു പോകാം. പകല് വരാം. ഒരുപാട് പേര് ചത്ത സ്ഥലമാണ്. കുറേ എണ്ണം ചാകാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലവും. പലതിൻ്റെയും ശവം പോക്കാൻ ഒരുപാട് തവണ ഞാനിവിടെ വന്നിട്ടുണ്ട്. അനുഭവം കൊണ്ട് പറയുക. നിങ്ങളൊക്കെ പോലീസുകാർ തന്നെയാണോ? ഓരോ അന്ധവിശ്വാസങ്ങൾ. അന്ധവിശ്വാസമല്ല സാർ. ഇപ്പോൾ സാറ് കണ്ണുകൊണ്ട് കണ്ടതല്ലേ? ഈ പരിസരം ശരിയല്ലേ സാർ? അയാൾ ചുറ്റും ടോർച്ച് തെളിച്ചുകൊണ്ട് പറഞ്ഞു. പണ്ടിവിടെ കള്ളവാറ്റടക്കം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പതിവായി ദുരന്തങ്ങൾ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ആരും ഈ പരിസരത്ത് വരാറില്ല. അതാണ് വാറ്റുകാർ മറയാക്കിയത്. പക്ഷെ പോലീസിന് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ദുരാത്മാക്കളെ കാണുകയും ആ സംഘത്തിൽപ്പെട്ട 2 പേർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയും ചെയ്തതോടെ എല്ലാവരും എല്ലാം അവസാനിപ്പിച്ചു. ഇപ്പോൾ ഇവിടേക്ക് ആരും വരാറില്ല.
മനുവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി രാജൻ ശബ്ദമടക്കി ചോദിച്ചു, ആ പെണ്ണ് ജീവനോടെ ഉണ്ടെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതിന് ജീവനുണ്ടാവില്ല. താഴെ പാറക്കുളത്തിലുണ്ടാവും. ഈ രാത്രി ഇവിടെ ഇങ്ങനെ നടന്നാൽ നമ്മൾ എവിടെയെങ്കിലും മറിഞ്ഞു വീണ് എല്ല് പൊട്ടും. വഴുക്കലുള്ള പാറയാ. നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ മൊബൈൽ ഫോൺ അതിപ്പോൾ ഓഫല്ലേ? പിന്നെന്താ? അവളെ കാണാതായി 2 ദിവസത്തിന് ശേഷമാണ് നമുക്ക് പരാതി കിട്ടുന്നത്. 3 ദിവസമായി നമ്മൾ അലയുന്നു. ഇനി നേരം വെളുക്കുന്നവരെ കാത്തുകൂടെ? മനു ഒരിക്കൽ കൂടി ആ പാറയുടെ നേരെ ടോർച്ച് തെളിച്ച് നോക്കി. സാർ, നമുക്ക് തിരിച്ചു പോവാം. നേരം വൈകുന്നു. രാജൻ്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദൂരത്തു നിന്നും ഇരമ്പി വരുന്ന മഴയുടെ ശബ്ദം കേൾക്കാം. ശരി, നമുക്ക് തിരിച്ചു പോകാം. പിന്നെ സാറേ, ഇവിടെ കണ്ട കാര്യങ്ങളൊന്നും ഡ്രൈവർ വിനയനോട് പറയണ്ട. പണ്ടേ അവന് പേടിയാ. കൊള്ളാം, പറ്റിയ ആളുകളെയാണ് ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. വീണ്ടും ആ പാറയിലേക്ക് ടോർച്ച് തെളിച്ച് പരിശോധിച്ച ശേഷം മനു തിരിഞ്ഞു നടന്നു. ഒപ്പം അവരും. പാർക്ക് ലൈറ്റ് തെളിച്ച് പോലീസ് വാഹനം പുല്ലുകൾക്കിടയിൽ പതുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അവർ 3 പേരും വാഹനത്തിനടുത്തേക്ക് ചെന്നു. പോകാം. വിനയൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും കയറി. വിനയൻ ജീപ്പ് തിരിക്കുമ്പോഴും മനുവിൻ്റെ കണ്ണുകൾ ആ കുന്നിൻ്റെ മുകളിലേക്ക് തന്നെയായിരുന്നു. എന്തു പറ്റി സാർ? എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ? വിനയൻ ആകാംക്ഷയോട് ചോദിച്ചു. മനു പുറത്തേക്ക് നോക്കി മിണ്ടാതിരുന്നു. സാറാകെ മൂഡ് ഓഫ് ആണല്ലോ. ഈ രാത്രി അവിടെ പോയി എന്തെടുക്കാനാണ്? മഴയും വരുന്നു. അതുകൊണ്ട് തിരിച്ചു പോന്നു. ഇനിയിപ്പോൾ നേരം വെളുക്കട്ടെ, അലക്സ് പറഞ്ഞു. മഴ തുടങ്ങി. ശക്തിയായി വിൻഡ് ഷീൽഡിലേക്ക് മഴത്തുള്ളികൾ പറന്നു വീണു. മഴ കനക്കുകയാണ്. മനു എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബർ തോട്ടത്തിലൂടെ കടന്നു വന്ന പോലീസ് വാഹനം മെയിൻ റോഡിലേക്ക് തിരിഞ്ഞു കയറി പാഞ്ഞുപോയി. മനു രാഘവൻ സ്റ്റേഷനിൽ എത്തിയ ഉടൻ ഫോണിലൂടെ എല്ലാ വിവരങ്ങളും CI മാർട്ടിനോട് വിശദമായി പറഞ്ഞു. രാജനെയും അലക്സിനെയും വിനയനെയും അടുത്തു വിളിച്ചു. ഇന്ന് നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ മറ്റാരോടും പറയരുത്. വിശദമായ അന്വേഷണം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും പത്രക്കാർക്ക് ഈ വിവരം കിട്ടരുതെന്ന് CIയുടെ നിർദ്ദേശമുണ്ട്. നാളെ ഒരിക്കൽ കൂടി അവിടെ വരെ പോകണം. രാവിലെ തന്നെ അലക്സ് സൈബർ സെല്ലിൽ ചെന്ന് വിൻസെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ആ പെണ്ണിൻ്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കണം. ഞാൻ വിളിച്ചു പറയാം. ഞാൻ രാവിലെ പാറമടയിലേക്ക് പോകും. ആ പരിസരത്ത് നിന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമോ എന്ന് അന്വേഷിക്കണം. ഞാൻ വിളിക്കും. എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി. അവർ 3 പേരും അറ്റൻഷനായി. ബുള്ളറ്റിൻ്റെ താക്കോലെടുത്ത് മനു രാഘവൻ പുറത്തേക്ക് നടന്നു. ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ച് അയാൾ ബുള്ളറ്റിലേക്ക് കയറി. അല്പസമയത്തിനകം ബുള്ളറ്റ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. മനുവിൻ്റെ വാടക വീട്ടിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. 4 മുറികളുള്ള ഒരു ചെറിയ വീട്. അവിടെയാണ് അയാൾ താമസിക്കുന്നത്. നഗരത്തിലെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ ഒരു സ്ഥലം. നാട്ടിൻപുറത്തെ ഒരുപാട് സ്നേഹിക്കുന്ന അയാളുടെ അമ്മയ്ക്ക് നഗരത്തിലെ തിരക്കിനെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ടൗണിൽ നിന്നും അല്പം മാറി അയാൾ ഒരു വീട് വാടകയ്ക്ക് എടുത്തത്. അമ്മയ്ക്ക് അതാണ് ഇഷ്ടമെന്ന് അയാൾക്കറിയാമായിരുന്നു. ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു മനുവിൻ്റെ അച്ഛൻ രാഘവൻ. അദ്ദേഹം മരണപ്പെട്ടു. നാട്ടിലെ തറവാട്ടിൽ ആ വലിയ വീട്ടിൽ അമ്മ തനിച്ചാണ്. അയൽപ്പക്കത്തെ ഒരു സ്ത്രീ സഹായത്തിനുണ്ടാകും. തറവാട്ടിലെ നാഗക്കാവിലെ പൂജയ്ക്ക് ചെല്ലണം എന്ന് പറഞ്ഞ് അമ്മ നിർബന്ധം പിടിക്കുകയാണ്. ലീവ് എടുത്ത് പോകാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം നടന്നത്. ചൂടോടെ അന്വേഷണം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. മഴത്തുള്ളികളെയും ഇരുട്ടിനെയും കീറുമുറിച്ചുകൊണ്ട് ബുള്ളറ്റ് കടന്നുപോയി. അയാൾ വീട്ടിലെത്തി. വല്ലാതെ ക്ഷീണം. കുളിച്ച് ആഹാരം കഴിച്ചു. മൊബൈൽ ഫോൺ എടുത്ത് പരിശോധിച്ചു. നെറ്റ് സ്വിച്ച് ഓൺ ചെയ്തു. വാട്സപ്പിൽ അമ്മയുടെ വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്. അത് പ്ലേ ചെയ്തു. നീ എന്നാണ് വരുന്നത്?
നാഗക്കാവിലെ പൂജയുടെ കാര്യം മറന്നോ? 2 ദിവസത്തെ ലീവ് എടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് എന്തായി? വരാൻ ഭാവമില്ലേ? പാവം, അമ്മയ്ക്കറിയില്ലല്ലോ തൻ്റെ ജോലി തിരക്ക്. ഇപ്പോഴമ്മ ഉറക്കമായി കാണും. അയാൾ മൊബൈൽ ചാർജറിൽ കണക്ട് ചെയ്ത് കട്ടിലിലേക്ക് വീണു. പുറത്ത് ശക്തമായ കാറ്റിൻ്റെ അകമ്പടിയോടുകൂടി മഴയെത്തി. താമസിയാതെ അയാൾ ഗാഠനിദ്രയിലേക്ക് വഴുതി വീണു. അരണ്ട വെളിച്ചത്തിൽ പുല്ല് നിറഞ്ഞ വഴിയിലൂടെ നടന്ന് പാറമടയിലെ വലിയൊരു പാറയുടെ ചുവട്ടിൽ അയാളെത്തി. താഴെ ഉയർന്ന മരങ്ങൾക്കിടയിൽ കാടുപിടിച്ചു കിടക്കുന്ന ഒരു പഴയ കെട്ടിടം. അയാൾ വീണ്ടും ശ്രദ്ധിച്ചു നോക്കി. അതെ, അതൊരു വീട് തന്നെയാണ്. അവിടെ നിന്നും ഇറങ്ങി അയാൾ ആ വീട്ടിലേക്ക് നടന്നു. വള്ളിപ്പടർപ്പുകളും കാടും വകഞ്ഞുമാറ്റി അയാൾ മുന്നോട്ടേക്ക് പോയി. ഓടിട്ട ഒരു പഴഞ്ചൻ വീടാണ്. തൻ്റെ പിന്നിൽ ഒരു ചുവടനക്കം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. തൊട്ടു പിന്നിൽ ഒരു ഭീകരസത്വം അയാളെ നോക്കി പല്ലിളിച്ചു. നിലവിളിയോടെ അയാൾ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റു. വിയർത്തു കുളിച്ചിരിക്കുന്നു. താൻ കണ്ടത് ദുസ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ കുറേ സമയമെടുത്തു. അയാൾ കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് കിതച്ചു. പുറത്ത് നല്ല മഴയാണ്. ശക്തമായ ഒരു മിന്നലുണ്ടായി. ജനലിൻ്റെ പിന്നിൽ ഒരു നിഴൽ അനങ്ങിയോ? ഉള്ളിൽ നേർത്ത ഭയം ഉറഞ്ഞുകൂടി. കുഞ്ഞുനാളിൽ അമ്മ പറഞ്ഞു തന്ന കഥകൾ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി. അസ്വസ്ഥനായ അയാൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എപ്പോഴോ വീണ്ടും ഉറങ്ങി. കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ടാണ് അയാൾ ഞെട്ടിയുണർന്നത്. ഉറക്കം ശരിയായില്ല. അയാൾ എഴുന്നേറ്റ് മുൻഭാഗത്തെ കതക് തുറന്നു. കൃഷ്ണേട്ടനാണ്. കയ്യിൽ ഒരു പാക്കറ്റ് പാലും പത്രവുമുണ്ട്. കുഞ്ഞ് എഴുന്നേക്കാൻ വൈകിയോ? അയാൾ അകത്തേക്ക് കയറി വന്നു. രാവിലെ എന്താ കഴിക്കാൻ വേണ്ടത്? അയാൾ ചോദിച്ചു. എന്തെങ്കിലും മതി, കൃഷ്ണേട്ടൻ്റെ ഇഷ്ടം. അയാൾ കൃഷ്ണൻ്റെ കയ്യിൽ നിന്നും പത്രം വാങ്ങി. ഫ്രണ്ട് പേജിൽ തന്നെ കാണാതായ പെൺകുട്ടിയെക്കുറിച്ചുള്ള വാർത്തയുണ്ടായിരുന്നു. അത് വായിച്ചുകൊണ്ട് അയാൾ കസേരയിൽ ഇരുന്നു. അല്പസമയത്തിനുള്ളിൽ അടുക്കളയിൽ നിന്നും ആവി പറക്കുന്ന ചായയുമായി കൃഷ്ണേട്ടൻ വന്നു. ചായക്കപ്പ് ടീപ്പോയിൽ വെച്ചിട്ട് അയാൾ അടുക്കളയിലേക്ക് തിരിച്ചുപോയി. ചായ കുടിച്ചുകൊണ്ട് പത്രം മടക്കി വെച്ച് മനു അടുക്കളയിലേക്ക് ചെന്നു. കൃഷ്ണേട്ടാ, നിങ്ങൾക്ക് പ്രേതങ്ങളിലൊക്കെ വിശ്വാസമുണ്ടോ? പിന്നെ, ദൈവമുണ്ടെങ്കിൽ പ്രേതമുണ്ട്. കണ്ടിട്ടുണ്ടോ പ്രേതത്തെ? ഉവ് എന്ന അർത്ഥത്തിൽ അയാൾ തലയാട്ടി. എങ്ങനെയിരിക്കും? അത് പല രൂപത്തിലുണ്ട്. ചിലപ്പോൾ നിഴലായി വരും, ശബ്ദമായും നായായും നരിയായും ഒക്കെ വരും. കൃഷ്ണേട്ടൻ എങ്ങനെ കണ്ടിട്ടുള്ളത്? എന്താ കുഞ്ഞേ, പതിവില്ലാത്ത കുറേ ചോദ്യങ്ങൾ. അല്ല, ഈ ആത്മാക്കൾ ഉണ്ടായിരുന്നെങ്കിലേ ഈ മരണത്തിൻ്റെ കാരണമൊക്കെ അവരോട് ചോദിച്ചാൽ പോരെ? നമ്മുടെ അത്രയും ബുദ്ധിമുട്ട് കുറയുമല്ലോ. ശരിയാ, അവർ സംസാരിക്കാറുണ്ട്, നമ്മളത് കേൾക്കുന്നില്ല, അത്രേ ഉള്ളൂ. കൃഷ്ണേട്ടൻ ഗൗരവത്തിൽ പറഞ്ഞു. മനസ്സിലായില്ല. കുഞ്ഞ് പഠിപ്പും പൂരമൊക്കെ ഉള്ള ആളല്ലേ, ഞാനൊന്ന് ചോദിക്കട്ടെ? ചോദിക്കേ. മനു കട്ടളപ്പടിയിൽ ചാരി നിന്നു. ഈ ഭൂമിയിൽ എത്ര മനുഷ്യർ കാണും? അതിപ്പോൾ കോടിക്കണക്കിന് ആളുകളുണ്ട്. മരിച്ചവരെത്ര പേര് കാണും? അതും കോടിക്കണക്കിന് കാണും. ജീവിച്ചിരിക്കുന്നവരാണോ അതോ മരിച്ചവരാണോ കൂടുതൽ? മനു അല്പസമയം ആലോചിച്ചു നിന്നു. മരിച്ചവരായിരിക്കും കൂടുതൽ. അപ്പോൾ നമുക്ക് ചുറ്റും അവരുണ്ട്. ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ മരിച്ചവരാണ് ഈ ഭൂമിയിലുള്ളത്. അവർ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മളത് കേൾക്കും. അതിനുള്ള സമയവും സന്ദർഭവും ഒത്തുവന്നാൽ. ശരിയല്ലേ? മനു നടുക്കത്തോടെ കൃഷ്ണേട്ടനെ നോക്കി. ഭയങ്കര. അപ്പം പ്രേതങ്ങൾ സമയവും സന്ദർഭമൊക്കെ വന്നാലേ നമ്മുടെ അടുത്ത് വരുവുള്ളൂ അല്ലേ? അതെ. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. കൃഷ്ണേട്ടൻ കണ്ടിട്ടുണ്ടോ ഈ പ്രേതത്തെ? പിന്നെ, പണ്ട് ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ മുമ്പിൽ കുറച്ചകലെയായി ഒരു ശവപ്പറമ്പുണ്ടായിരുന്നു.
വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം. അതിനു ചുറ്റും ചെറിയൊരു മതിലുമുണ്ട്. മനു ആകാംക്ഷയോടെ ആ കഥ കേട്ടു നിന്നു. എൻ്റെ അച്ഛന് ചെറിയൊരു കടയുണ്ടായിരുന്നു. കടയടച്ചു വരുന്ന വഴിക്ക് പതിവായി പലഹാരപ്പൊതികൾ കൊണ്ടുവരും. അത് കാത്ത് ഞാൻ ഉറങ്ങാതിരിക്കും. പലപ്പോഴും വൈകിയാണ് അച്ഛൻ വീട്ടിൽ വരാറ്. ഉമ്മറത്ത് ഒരു ചെറിയ റാന്തൽ വിളക്ക് തിരി താഴ്ത്തി വെച്ചിരിക്കും. അതാ പതിവ്. അന്ന് കടയടച്ചു വരുവാൻ അച്ഛൻ വൈകും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് എല്ലാവരും കിടന്നുറങ്ങാൻ തുടങ്ങിയിരുന്നു. അച്ഛമ്മയുടെ കൂടെയാണ് എൻ്റെ കിടപ്പ്. ഞാൻ കിടക്കുന്നതിൻ്റെ അടുത്ത് ഒരു ചെറിയ അഴിയിട്ട ജനലുണ്ട്. അതിൻ്റെ ഒരു പാളി അടയ്ക്കാറില്ല. അത് ഒരു കട്ടൻ കൊണ്ട് മറയ്ക്കുകയാണ് പതിവ്. അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരുന്ന പലഹാരപ്പൊതി മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഉണർന്ന് കിടക്കുകയാണ്. അച്ഛമ്മ നല്ല ഉറക്കത്തിലാണ്. ജനലിലൂടെ ഉമ്മറത്തെ റാന്തലിലെ വെളിച്ചം കാണാം. അന്ന് പുറത്ത് നല്ല നിലാവുണ്ടായിരുന്നു. പകുതി അടഞ്ഞ ജനലിലൂടെ പുറത്തെ വഴിയിലേക്ക് നോക്കി കിടക്കുകയാണ് ഞാൻ. രാത്രി വളരെ വൈകിട്ടുണ്ട്. പെട്ടെന്ന് നായ്ക്കളൊക്കെ കൂവാൻ തുടങ്ങി. കഴുത്ത് വരെ മൂടി പൊതിച്ച് കിടന്ന് ഞാൻ മെല്ലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെ ശവപ്പറമ്പിൻ്റെ മതിലിൽ ചവിട്ടി നിൽക്കുന്ന വലിയൊരു കാൽപാദം ഞാൻ കണ്ടു. ഒരു കൊന്ന തെങ്ങിൻ്റെ വലിപ്പം. അതിൻ്റെ ഒരു കൈ കൊണ്ട് തൊട്ടടുത്തുള്ള തെങ്ങിൻ്റെ തലപ്പെ പിടിച്ചിട്ടുണ്ട്. വലിയ കൈകൾ, തിളങ്ങുന്ന കണ്ണുകളും. ആ രൂപം എൻ്റെ വീടിൻ്റെ നേരെ നോക്കി നിൽക്കുകയാണ്. ഭയന്ന് എൻ്റെ കൈയും കാലും തളർന്നു. തൊണ്ട വറ്റി വരണ്ടു. ഉറക്കെ കരയാൻ ഞാൻ ശ്രമിച്ചു. പെട്ടെന്ന് അച്ഛമ്മ എൻ്റെ വായ പൊത്തി. എന്നിട്ട് എൻ്റെ ചെവി പറഞ്ഞു, പേടിക്കണ്ട, കണ്ണിറക്കി അടച്ച് കിടന്നോളൂ കുട്ടി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അച്ഛമ്മ എല്ലാ ദിവസവും കാണുന്ന കാഴ്ചയാണത്. ഇപ്പോഴും ആ രൂപം എൻ്റെ കൺമുന്നിലുണ്ട്. അത് ഓർക്കുമ്പോൾ തന്നെ മേല് ധരിക്കും. ദാ നോക്ക്. അയാൾ 2 കൈകളും മനുവിന് നേരെ നീട്ടി കാണിച്ചു. കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മാറി താമസിച്ചു. അതിനിടയ്ക്ക് അങ്ങനെ എത്ര കാഴ്ചകൾ. കുഞ്ഞിന് കാണണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. കാണണമെന്നുള്ള ശക്തമായ ആഗ്രഹത്തോടെ കൂടി തനിച്ചു പോയാൽ മതി. പിന്നെ നമ്മൾ ഒറ്റയ്ക്കുള്ളപ്പോൾ മാത്രമേ അവർ നമ്മുടെ മുമ്പിൽ വരികയുള്ളൂ കേട്ടോ. അയാൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇന്നലെ രാത്രി പാറക്കെട്ടിന് മുകളിൽ കണ്ട രൂപത്തെക്കുറിച്ച് അയാൾ മനഃപൂർവ്വം കൃഷ്ണേട്ടനോട് പറഞ്ഞില്ല. കാണാതായ ആ പെണ്ണിനെ പറ്റി വല്ല സൂചനയുണ്ടോ കുഞ്ഞെ? ഇല്ല, അതിൻ്റെ പുറകെയാണ്. സമയം 7 മണിയാവുന്നു. കൃഷ്ണേട്ടാ, ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ പോകണം. കുഞ്ഞ് കുളിച്ചു വരുമ്പോൾ കാപ്പി റെഡിയാണ്. കുളിച്ചെത്തിയ മനു കാപ്പി കുടിച്ച് ഷർട്ടും ജീൻസും ധരിച്ച് പുറപ്പെടാൻ തയ്യാറായി. ഇന്നെന്താ ഈ വേഷത്തിൽ? ഇന്ന് ആ പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിക്കണം. കാക്കി കണ്ടാൽ പിന്നെ ഒരുത്തനും മിണ്ടില്ല. അയാൾ മൊബൈൽ കയ്യിലെടുത്തു. ചാർജറിൻ്റെ സ്വിച്ച് ഇടാൻ മറന്നു. ലോ ബാറ്ററി. അയാൾ ചാർജിങ് സ്വിച്ച് ഓൺ ചെയ്തു. അലക്സ് വർഗീസിൻ്റെ നമ്പറിൽ വിളിച്ചു. കോൾ അറ്റൻഡ് ചെയ്ത അലക്സിനോട് നിർദ്ദേശങ്ങൾ നൽകി. പെൺകുട്ടിയുടെ മൊബൈൽ നമ്പറിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും വാട്സപ്പ് ചെയ്യണം. ഞാൻ പാറമടയിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കും. അപ്പോൾ ഫോഴ്സുമായി വരണം. പരിസരവാസികളോടൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. സൈഡ് ബോക്സിൽ റെയിൻകോട്ട് മടക്കി വെച്ചു. ബുള്ളറ്റിൽ കയറി അയാൾ പുറപ്പെട്ടു. പാറമടയിലേക്ക്. പാറമട 10 കിലോമീറ്റർ. സൈൻ ബോർഡിൽ പായൽ പിടിച്ച് മങ്ങിയ അക്ഷരങ്ങൾ അയാൾ വായിച്ചെടുത്തു. ഒറ്റ വഴിയാണ്. ഇരുവശത്തും കുറ്റിക്കാടുകൾ തിങ്ങിയിരിക്കുന്നു. റോഡിലേക്ക് വീണ് കിടക്കുന്ന ഉണങ്ങിയതും അല്ലാത്തതുമായ ഇലകൾ. കറുത്ത വലിയ ചേരയെപ്പോലെ വളഞ്ഞു പുളഞ്ഞ് മുന്നോട്ടുള്ള റോഡ്. പല സൈൻ ബോർഡുകളും കാട് പിടിച്ച് നശിച്ച അവസ്ഥയിലാണ്. ദൂരെ ആ റബ്ബർ തോട്ടം കാണാം. അയാൾ ബുള്ളറ്റ് ആ വഴിയിലേക്ക് തിരിച്ചു. ഇന്നലെ പെയ്ത മഴയുടെ വെള്ളം കുഴികളിൽ പലയിടത്തും കെട്ടിക്കിടപ്പുണ്ട്. അതിനിടയിലൂടെ
അയാൾ മുന്നോട്ട് പോയി. കുറച്ചപ്പുറത്തായി ഒരു ചെറിയ ചായക്കട കാണാം. അതിനു മുന്നിൽ 2-3 ടാപ്പിംഗ് തൊഴിലാളികൾ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് തുടങ്ങാം. അയാൾ വണ്ടി അവിടെ നിർത്തി. എല്ലാവരും അയാളെ ശ്രദ്ധിച്ചു. ഒരു ചായ, ഒരു സിഗരറ്റ് ചുണ്ടിൽ വെച്ച് അടുത്ത് നിന്നയാളോട് അയാൾ ചോദിച്ചു, ലൈറ്ററുണ്ടോ? അയാൾ കയ്യിലിരുന്ന ബീഡി മനുവിന് നേരെ നീട്ടി. അയാൾ അത് വാങ്ങി സിഗരറ്റിലേക്ക് തീ പടർത്തി. എവിടുന്ന് വരുവാ? ചായക്കടക്കാരൻ ചോദിച്ചു. കുറച്ച് ദൂരത്തു നിന്നാണ്. എന്താ ജോലി? പിറകിൽ നിന്നാണ് ആ ചോദ്യം. ഞാനൊരു പത്രത്തിൻ്റെ ആളാണ്. ഇവിടെ നേരത്തെ ഒരു ക്വാറി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റി അറിയാമെന്നതാണ്. മനു അയാളോട് പറഞ്ഞു. അത് അടച്ചിട്ട് വർഷങ്ങളായി. എന്താ കാരണം? അത് അനധികൃതമായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് അപകടങ്ങൾ പതിവായിരുന്നു. വെടിവെച്ച് പാറ പൊട്ടി ഒരുപാട് വീടുകൾക്ക് കേടുപറ്റി. പിന്നെ അവന്മാരുടെ ഗുണ്ടായുസവും. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പരിസരത്തെ വീടുകളിൽ ഉണ്ടായിരുന്നവരെല്ലാം ഒഴിഞ്ഞുപോയി. ചെറിയ വിലയ്ക്കാണ് അതെല്ലാം കോറിയുടമ വാങ്ങിയത്. കുറേ ഉണ്ടാക്കി അവനും അവൻ്റെ മക്കളും ചേർന്ന്. കൂട്ടത്തിൽ ഒരാൾ അമർഷത്തോടെ പറഞ്ഞു. നാട്ടുകാരുടെ ബ്രാക്ക് ചില്ലറയൊന്നുമല്ല അവൻ വാങ്ങിക്കൂട്ടിയത്. പിന്നെന്താ കോറി അടച്ചത്? മനു ചോദിച്ചു. കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. ബീഡിക്ക് തീ കൊളുത്തി മെലിഞ്ഞ ശരീരമുള്ള ഒരു വയസ്സനാണ് പിന്നെ സംസാരിച്ചത്. ഒരു ദിവസം രാത്രി അവിടെയുള്ള ഒറ്റ പാറയുടെ മുകളിൽ നിന്നും അയാൾ താഴെ വീണ് ചത്തു. ആരോ കൊന്നതാണെന്നോ അല്ല വീണ് മരിച്ചതാണെന്നോ ഒക്കെ പറയുന്നു. അതോടുകൂടി അയാളുടെ മക്കളെല്ലാം ഒതുങ്ങി. അന്വേഷണമൊന്നും ഉണ്ടായില്ലേ? എവിടെ? പോലീസും രാഷ്ട്രീയക്കാരും എല്ലാം അവന്മാരുടെ പോക്കറ്റിലായിരുന്നു. പിന്നെയാ ഇവിടെയൊക്കെ റബ്ബർ വെച്ചത്. അയാളുടെ ഇളയ ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് വരും. മനു മൊബൈൽ എടുത്ത് അയാളുടെ ഒരു ഫോട്ടോ എടുത്തു. ഞാനീ പറഞ്ഞതൊക്കെ പത്രത്തിൽ വരുമോ? അയാൾ ചോദിച്ചു. നമുക്ക് കൊടുത്തേക്കാം, മനു പറഞ്ഞു. എന്നാ ഒരു ഫോട്ടോ കൂടെ എടുത്തോ. അയാൾ മുഖം തുടച്ച് നിവർന്നു നിന്നു. അത് കണ്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പിരിഞ്ഞുപോയി. എന്താ ചേട്ടന്റെ പേര്? കടക്കാരൻ പറഞ്ഞു. കുഞ്ഞപ്പൻ, തള്ളു കുഞ്ഞപ്പൻ. കുഞ്ഞപ്പൻ ചായക്കടക്കാരന് നേരെ ദേഷ്യത്തോടെ നോക്കി. റിപ്പോർട്ടറുടെ പേരെന്നാ? മനു രാഘവൻ. ചേട്ടൻ പറഞ്ഞ ഈ പാറ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പോൾ അവിടെ ആരെങ്കിലും താമസമുണ്ടോ? കുഞ്ഞപ്പൻ അയാളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. എന്നിട്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അവിടെ പല ഇടപാടും ഉണ്ട്. എന്തിടപാട്? ഇടയ്ക്കിടയ്ക്ക് പ്രേതവും ഭൂതവും ഒക്കെ വരാറുണ്ട്. ഓ, പിന്നെ ഇതുപോലത്തെ കുടുകുടു വണ്ടിയിൽ പല ചുറ്റിക്കളി കേസുകളും വരും. എല്ലാം വലിയ വലിയ വീട്ടിലെ പിള്ളേരാ. പുകയും പൊടിയും എല്ലാം ഉണ്ട്. ഇതൊന്നും പത്രത്തിൽ ഇടരുത് കേട്ടോ. അയാൾ ചുറ്റും നോക്കി പറഞ്ഞു. ഇന്നലെ രാത്രിയും ഏതോ വണ്ടികളൊക്കെ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വന്ന ജീപ്പ് ഇയാൾ കണ്ടിട്ടുണ്ട്. ആളുകൾ എപ്പോഴും വരുമോ ഇവിടെ? വല്ലപ്പോഴും ഒക്കെ. ഈ പിള്ളേരൊക്കെ സ്ഥിരം പോകുന്ന ഒരു സ്ഥലമില്ലേ, ബാംഗ്ലൂർ. അത് തന്നെ, ബ്ലാങ്കൂര്. അവിടെയാ ഈ പാറ മുതലാളിയുടെ ഇളയ പുത്രൻ. അവന്റെ ശിങ്കിടികളാ ഇവിടെ വരുന്നത്. കഴിഞ്ഞ പുതുവർഷത്തില് ആ പാറയുടെ മുകളിൽ തീ കത്തിക്കലും ഡാൻസും കാറലും കൂവലും ഒക്കെയായിരുന്നു. നേരം വെളുക്കുന്നവരെ CJ കളി. DJ, മനു തിരുത്തി. അത് തന്നെ, CJ. പോലീസിൽ അറിയിച്ചില്ലേ? എന്നിട്ട് വേണം അവന്മാരെ എന്നെ കുത്തിവെക്കാൻ. എന്ത്? സർക്കസ് എന്നൊരു മരുന്നുണ്ട്, അത്. ഡ്രഗ്സാണോ? ആ, അത് തന്നെ, സർക്സ്. അയാൾ മനുവിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നു. മോനോട് മാത്രമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം.
പത്രത്തിലിടരുത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ഈ ചായക്കടക്കാരന് ചില്ലറ ചാരപ്പണിയൊക്കെ ഉണ്ട്. കുഞ്ഞപ്പൻ മനുവിൻ്റെ കയ്യിൽ പിടിച്ച് റോഡിൻ്റെ മറുവശത്തേക്ക് കടന്നു. കെടാറായ ബീഡി ആഞ്ഞു വലിച്ച് പുകയൂതിക്കൊണ്ട് പരിസരം വീക്ഷിച്ച് ശബ്ദം താഴ്ത്തി അയാൾ പറഞ്ഞു, കയ്യിലും മോന്തയ്ക്കുമൊക്കെ പച്ച കുത്തിയ കുറെ എണ്ണം കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്നായിരുന്നു. ഈ കടയിൽ നിന്ന് അവന്മാര് 2 ബോസ്കോ ഷോഡ മേടിച്ചത്. കടയിലെ മുഴുവൻ സിഗരറ്റും കൊണ്ടുപോയി. 2-3 പേരുണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? മനു ചോദിച്ചു. 3 പേര്. പെണ്ണുങ്ങളുണ്ടായിരുന്നു? അതെനിക്കറിയാൻ പാടില്ല. ചേട്ടൻ കണ്ടോ? ഞാൻ ദൂരെ വന്നപ്പോഴേ ഈ കടക്കാരൻ എന്നെ കണ്ടു. എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. പെട്ടെന്ന് അവർ വണ്ടിയിൽ കയറി പോയി പാറയിലേക്ക്. പിന്നെ അവരെല്ലാവരും മുടി വളർത്തിയിട്ടുണ്ട്. 3 എണ്ണത്തിന് മുടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. പണ്ട് ഭയങ്കര പവറായിരുന്നു കണ്ണിന്, ഇപ്പൊ കുറവാ. പിന്നെ അവർ തൊപ്പിയും മാസ്കും വെച്ചിരുന്നു. മാസ്കോ? ആ, മാസ്ക്. മാസ്ക് അത് തന്നെയാ പറഞ്ഞത്, മാസ്ക്. അവന്മാര് ശരിയല്ല, കുഴപ്പക്കാരാ. അതെന്താ? ഇവിടെ ഒരുപാടെണ്ണം വരാറുണ്ട്. പക്ഷേ ഈ വന്നവന്മാർക്ക് എന്തോ ചുറ്റിക്കളിയുണ്ട്. അതെന്താ അവരുടെ കാര്യം മാത്രം അങ്ങനെ തോന്നാൻ? കാര്യമുണ്ട്. പത്രത്തിൽ കൊടുക്കത്തില്ലെങ്കിൽ പറയാം. ഇല്ല, കൊടുക്കില്ല. ചേട്ടൻ പറ. ഇവന്മാരെ മാസ്ക് വെച്ചോണ്ട് രാവിലെ പോയി. ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ മാസ്ക് വെച്ചോണ്ട് തിരിച്ചു വന്നു. ഞാനിവിടെ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ കുറച്ചകലേക്ക് കൈ ചൂണ്ടി. ദാ അവിടെ കുറച്ചു നേരം നിർത്തി തമ്മി എന്തൊക്കെയോ പറഞ്ഞിട്ട് പിന്നെയും തിരിച്ചുപോയി. ഒരു 2 മണിക്കൂർ കഴിഞ്ഞു കാണും. വീണ്ടും വന്ന് ദൂരെ നിർത്തി എന്നെ കണ്ട് തിരിച്ചുപോയി. ഒരു വല്ലാത്ത പമ്മലും പരുങ്ങലും. ചേട്ടനെ കണ്ടുകൊണ്ടാണ് തിരിച്ചു പോയെന്ന് എന്താ ഉറപ്പ്? അപ്പൊ ഞാൻ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാൻ പിന്നെ എവിടെ പോകാനാ? ഞാൻ രാവിലെ തൊട്ട് ഇവിടെ കാണും. ഈ കടക്കാരനില്ലേ, അവൻ 10-11 മണിയാകുമ്പോൾ കടയടച്ച് വീട്ടിൽ പോകും. ഞാനിവിടെ കാണും. പത്രം അത് 3-4 തവണ മുഴുവനും വായിക്കും, പരസ്യം അടക്കം. വിവരം വെക്കണ്ടേ? പിന്നെ വൈകുന്നേരം ഒരു 3-4 മണിയാകുമ്പോൾ ഇയാൾ കട തുറക്കും. പിന്നെ രാത്രി 8 ആകുമ്പോൾ കട അടയ്ക്കും. ഞാൻ വീട്ടിലും പോകും. അതാ പതിവ്. പക്ഷേ എനിക്കൊരു നിർബന്ധമുണ്ട്. മനസ്സിലൊരു സംശയം കയറിയാൽ അത് തീർക്കണം. ഇവന്മാരുടെ ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനന്ന് വീട്ടിൽ പോയില്ല. ആ ബെഞ്ചേ കിടന്നു. അന്ന് രാത്രി യുവന്മാർ തിരിച്ചുപോയി. പക്ഷേ തിരിച്ചു പോയത് 2 പേരാ. അത് ഞാൻ വ്യക്തമായി കണ്ടു. ഒരാൾ എവിടെ പോയി? അതല്ലേ ഞാൻ പറഞ്ഞത്, ചുറ്റിക്കളിയുണ്ടെന്ന്. 2 വണ്ടിയിലായി 3 പേര് മാസ്ക് വെച്ച് വന്നു. രാത്രി ഒരു 10 ആയപ്പം മാസ്ക് വെച്ച് 2 പേരും കുടുകുടു വണ്ടിയെ തിരിച്ചുപോയി. അവന്മാർക്ക് പകല് പോയ എന്താ കുഴപ്പം? എന്തിനാ അവന്മാര് എന്നെ കണ്ട് 2 തവണ തിരിച്ചു പോയത്? പോകുന്നതാരും കാണാൻ പാടില്ല, അതുകൊണ്ടല്ലേ. ഓഹോ, ചേട്ടനാള് കൊള്ളാലോ. കുഞ്ഞപ്പൻ പറയുന്നത് ഇവരാരും ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ യുവന്മാരോട് ഞാനൊന്നും പറയാറുമില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഇവരാരും വിശ്വസിക്കില്ല. ഇവിടെ വരുന്നവരുടെ ഊരോ പേരോ പോലും ഇവർ ചോദിക്കില്ല. ഇപ്പൊ കൊച്ചിനോട് തന്നെ ഞാൻ ചോദിച്ചില്ലേ, അതുപോലെ ഇവന്മാര് ചോദിക്കുകയല്ലേ. അതുകൊണ്ടെന്താ, അവന്മാർ ഒരുപാട് പൈസ കൊടുക്കും, നല്ല വരുമാനമല്ലേ. പിന്നെ നമ്മൾ പത്രക്കാരായതുകൊണ്ടാ ഇതൊക്കെ പറഞ്ഞത്. പത്രക്കാരോ? ആ, നിങ്ങൾ പത്രക്കാരനല്ലേ. ഞാൻ പത്രം വായിക്കുന്നവൻ. അപ്പൊ നമ്മൾ പത്രക്കാരല്ലേ? മനു ചിരിച്ചു. കുഞ്ഞപ്പൻ ചേട്ടൻ കൊള്ളാം. മനു പേഴ്സ് തുറന്ന് 100 രൂപ എടുത്ത് കുഞ്ഞപ്പൻ്റെ നേരെ നീട്ടി. പൈസ വേണ്ട മോനെ, ഇത് എൻ്റെ ഒരു സന്തോഷത്തിനാ. എന്നാലും എനിക്ക് പൈസ വേണ്ട. പിന്നെന്ത് വേണം? എനിക്ക് ഈ കൂടുകൂടു വണ്ടിയിലൊന്ന് കയറണം, പറ്റുമോ? പിന്നെന്താ, വാ. പിന്നെ ഇതിൻ്റെ പേര് കൂടുകൂടു വണ്ടി എന്നല്ല. പിന്നെ ഇതാണ് ബുള്ളറ്റ്. ഓ, ബുള്ളറ്റ്. കുഞ്ഞപ്പൻ പിന്നിൽ ചാടിക്കയറി. ചായക്കടക്കാരൻ
അതിശയത്തോടെ അത് നോക്കി നിന്നു. അഭിമാനത്തോടെ കുഞ്ഞപ്പൻ വണ്ടിയുടെ പുറകിൽ നിവർന്നിരുന്നു. അയാളെയും കൊണ്ട് മനു ആ വഴിയിലൂടെ 2 തവണ ചുറ്റിയടിച്ചു. കുഞ്ഞപ്പൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ശേഷം കുഞ്ഞപ്പൻ ആത്മകഥം പറഞ്ഞു. എന്തൊരു സൗണ്ടാ! സൗണ്ട്? ആ, അത് തന്നെ, സമുണ്ട്. മനു ആ 100 രൂപ കുഞ്ഞപ്പൻ്റെ പോക്കറ്റിൽ തിരുകി. അയാൾ ഭവ്യതയോടെ നിന്നു. വീണ്ടും കുഞ്ഞപ്പൻ മനുവിന് അടുത്തേക്ക് ചേർന്ന് നിന്ന് സ്വകാര്യമായി പറഞ്ഞു. പിന്നെ ഇതൊന്നും പത്രത്തിൽ കൊടുക്കണ്ട കേട്ടോ. എൻ്റെ ഇമോജിയെ ബാധിക്കും. ഇമേജ്? അത് തന്നെ, ഇമോജ്. ഇത്തവണ മനു നിയന്ത്രണം വിട്ട് ഉറക്കെ ചിരിച്ചു. ചേട്ടാ, വഴി പറഞ്ഞു തന്നില്ല. അതൊന്നും പറയാനില്ല. നേരെ പോവാ, പാറയിലെത്തും. 13 ഏക്കറോളം ഉണ്ട് പാറപ്പറമ്പ്. അതിൻ്റെ പരിസരത്ത് പലയിടത്തും പഴയ വീടുകളൊക്കെ ഉണ്ട്. എല്ലാം കാട് പിടിച്ച് കിടക്കുക. അത്ര നല്ല സ്ഥലമല്ല. സന്ധ്യയ്ക്ക് മുമ്പേ തിരിച്ച് കുന്നിൽ കയറിയ രക്ഷപ്പെട്ടു. സൂക്ഷിക്കണം. അധികമാരും അങ്ങോട്ടേക്ക് പോകില്ല. കുഞ്ഞപ്പൻ്റെ ഉപദേശം. ശരി, ഞാൻ പോയി നോക്കട്ടെ. ചേട്ടൻ വരുന്നുണ്ടോ? ബുള്ളറ്റിൽ പോകാം. ഇല്ല, 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ഞാനില്ല. എന്നാ ശരി. കുഞ്ഞപ്പനോട് മനു യാത്ര പറഞ്ഞു. അയാൾ പുറപ്പെട്ടു. മുന്നിൽ പാതിമാഞ്ഞ ഒരു സൈൻ ബോർഡ്. പാറ 2 കിലോമീറ്റർ. തകർന്ന റോഡിലെ ചെളിവെള്ളം കീറി മുറിച്ചുകൊണ്ട് ബുള്ളറ്റ് മുന്നോട്ടേക്ക് കുതിച്ചു. തലേ ദിവസം ജീപ്പ് നിർത്തിയ സ്ഥലത്ത് അയാൾ ബുള്ളറ്റ് നിർത്തി. കുന്നു കയറുവാൻ ആരംഭിച്ചു. വളരെ മനോഹരമാണ് ആ സ്ഥലം. വഴിയിൽ പലയിടത്തു നിന്ന് അയാൾ ആ സ്ഥലം വിശദമായി നിരീക്ഷിച്ചു. കുന്നിന് മുകളിലെത്തി. അതിന് മറുവശത്തായി കാട് പിടിച്ചു കിടക്കുന്ന വലിയൊരു പ്രദേശം. ഇടയ്ക്കിടയ്ക്ക് വലിയ മരങ്ങൾ. അതിനിടയിലേക്ക് ഉയർന്നു നിൽക്കുന്ന ആ വലിയ പാറ. അയാൾ അതിനടുത്തേക്ക് നടന്നു. ഇന്നലെ രാജേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇതിനു മുകളിൽ കയറാൻ കഴിയില്ല. തൂണുപോലെ ഉയർന്നു നിൽക്കുന്ന പാറയാണത്. അതിൻ്റെ മുകളിൽ ഒരു കാൽ വയ്ക്കാനുള്ള സ്ഥലം പോലുമില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ. വഴിയിൽ കണ്ടവർ പറഞ്ഞതുപോലെ ഒരുപാട് ദുരന്തങ്ങളും ശാപവും ഏറ്റുവാങ്ങിയ സ്ഥലം. ഭയപ്പെടുത്തുന്ന നിശബ്ദത അവിടെ നിറഞ്ഞു നിന്നു. അലക്സ് പറഞ്ഞത് ശരിയാണ്. രാത്രിയിൽ ഇങ്ങോട്ട് വരാതിരുന്നത് നന്നായി. ഇവിടെ ആര് വരാനാണ്? അയാൾ ചുറ്റും നോക്കി. കുറച്ചകലെ മറ്റൊരു പാറ ഉയർന്നു നിൽക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു വഴിയും. ആ വഴിയിൽ കൂടി അയാൾ പാറയുടെ അറ്റത്തെത്തി. അവിടെ കയറി നിന്ന് അയാൾ ചുറ്റും കണ്ണോടിച്ചു. താഴെ മരങ്ങൾക്കിടയിൽ കാടുപിടിച്ച ഒരു വീടിൻ്റെ അവശിഷ്ടങ്ങൾ പോലെ എന്തോ ഒന്ന്. മനു അവിടേക്ക് നോക്കി. ഓടുമേഞ്ഞ ഒരു പഴയ വീടാണ്. പെട്ടെന്ന് തലേ ദിവസം താൻ കണ്ട സ്വപ്നത്തിലെ വീട് അയാൾക്ക് ഓർമ്മ വന്നു. പതിയെ അയാൾ താഴേക്കിറങ്ങി. മഴ പെയ്ത് കുതിർന്നിറക്കുന്ന നല്ല വഴുക്കലുള്ള ഇടവഴി. പതിയെ നടന്ന് ആ പഴയ വീടിൻ്റെ മുന്നിലെത്തി. തകർന്ന വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു. ശ്രദ്ധയോടെ വാതിൽ തുറന്ന് അയാൾ വീടിനുള്ളിലേക്ക് കയറി. മദ്യക്കുപ്പികളും സിഗരറ്റ് കുറ്റികളും മുറിയിൽ ചിതറിക്കിടക്കുന്നു. ചെളി പുരണ്ട ഷൂസുകളുടെ അടയാളങ്ങൾ. ശ്രദ്ധിച്ച് അയാൾ അതിനിടയിലൂടെ നടന്നു. ഓരോ മുറിയും സൂക്ഷ്മമായി പരിശോധിച്ചു. അതിനുള്ളിൽ ഒരു മൽപ്പിടുത്തം നടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. തകർന്ന ഒരു ബിയർ ബോട്ടിലിൻ്റെ ചില്ലുകളിൽ ഉണങ്ങിപ്പിടിച്ച രക്തക്കറ അയാൾ തിരിച്ചറിഞ്ഞു. തറയിൽ രക്തത്തുള്ളികൾ ചളിയുമായി കുഴഞ്ഞു കിടക്കുന്നു. വീടിൻ്റെ പിൻവശത്തെ വാതിലിൽ നിന്നും ഉള്ളിലേക്കും പുറത്തേക്കും പതിഞ്ഞു കിടക്കുന്ന ഷൂസുകളുടെ ചളി പുരണ്ട വ്യക്തമായ പാടുകൾ അയാൾ കണ്ടു. അവയ്ക്ക് അധികം പഴക്കമൊന്നും ഉണ്ടായിരുന്നില്ല.
മൊബൈൽ ഫോണിൽ അതിൻ്റെ ചിത്രങ്ങളെടുത്ത് അവയിൽ ചവിട്ടാതെ പിന്നിലെ വാതിൽ തുറന്ന് അയാൾ പുറത്തിറങ്ങി. അല്പം അകലെയായി ഉയർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിൽ മണ്ണ് ഇളകിക്കിടക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ എന്തോ കുഴിച്ചിട്ടിട്ടുണ്ട്. ഒരുപക്ഷേ അതൊരു ശവശരീരമായിരിക്കാം. കുഞ്ഞപ്പൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ 3 പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അതിൽ ഒരാൾ ഡെയ്സിയാകാം. രാത്രിയായ ശേഷം 2 പേർ തിരിച്ചു പോവുകയും ചെയ്തു. പെട്ടെന്ന് മഴ തുടങ്ങി. അയാൾ വീടിനുള്ളിലേക്ക് കയറി. മഴയുടെ ശക്തി കൂടുകയാണ്. തകർന്ന ഓടുകൾക്കിടയിലൂടെ വെള്ളം അകത്തേക്ക് വീഴുന്നുണ്ട്. അയാൾ അധികം വെള്ളം വീഴാത്ത മുറിയുടെ ഒരു മൂലയിലേക്ക് മാറി നിന്നു. മൊബൈലിലെ ലൈറ്റ് തെളിച്ച് അയാൾ മുറിക്കകം പരിശോധിച്ചു. മുറിയുടെ മൂലയിൽ കൂട്ടിയിട്ടിരുന്ന ബിയർ ബോട്ടിലുകൾക്കിടയിൽ നിന്നും തകർന്ന ഒരു ലേഡീസ് വാച്ച് അയാൾ കണ്ടെടുത്തു. അതിൽ രക്തമുണങ്ങി പിടിച്ച് കറുത്തിരുന്നു. ഇനിയും വൈകിക്കൂടാ. അയാൾ മൊബൈൽ ഫോൺ എടുത്ത് CI മാർട്ടിനോട് എല്ലാ വിവരങ്ങളും വിശദമായി സംസാരിച്ചു. സ്റ്റേഷനിൽ നിന്നും ഉടൻ പോലീസ് സംഘം 2 വാഹനങ്ങളിലായി പുറപ്പെട്ടു. മഴ കുറഞ്ഞു. മനു വീണ്ടും വീടിൻ്റെ പിൻഭാഗത്തേക്ക് നീങ്ങി. മുന്നോട്ട് നീങ്ങുന്തോറും നനഞ്ഞു കുഴഞ്ഞ മണ്ണിൽ കാലുകൾ പുതഞ്ഞു പോകും പോലെ തോന്നി. ഫോണിൽ ചാർജ് കുറവാണെന്നുള്ള അലർട്ട് വന്നു. അയാൾ തിരിഞ്ഞു നടന്നതും മരത്തിൻ്റെ വേര് തട്ടി തല മരത്തിലിടിച്ച് കമിഴ്ന്നു വീണു. ക്രമേണ അയാളുടെ ബോധം മറയാൻ തുടങ്ങി.